Artless പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നീക്സ് ഫോക്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓൾറെഡി നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ മെഡവും ഒരു റോസിൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഫ്യൂ എക്സ്പ്ലനേഷൻസ്. അപ്പോൾ എനിക്ക് തോന്നി അത് ചിലപ്പോൾ അത് മതിയാവില്ല, കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയുന്ന പോലെ ഡു കമൻറ്റ്സ് ബിലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നൈഫ് പെയിൻറ്റിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ നൈഫ്. അപ്പോൾ നൈഫ് 2 തരത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് ഈ കാണുന്ന പോലത്തെ മെറ്റൽ നൈഫും പിന്നെ ഈ പ്ലാസ്റ്റിക് നൈഫും. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഏതിനകത്ത് ഏതെങ്കിലും ഒന്ന് വാങ്ങാം. അപ്പോൾ നമുക്ക് ഇത് എന്തിനൊക്കെയാണ് നമുക്ക് പാലറ്റ് നൈഫിനെ യൂസ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പം ആദ്യത്തേത് നമുക്ക് പെയിൻറ്റ് എടുക്കാൻ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ കുഞ്ഞ് ബോട്ടിൽസിനൊക്കെ നമുക്ക് എത്ര പെയിൻറ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ അതായത് പെയിൻറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആവണം. പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സ്പേസ് വരും. അപ്പോൾ അത് ഓരോ ചിത്രത്തിന് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, അതിനകത്ത് ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് 2 പെയിൻറ്റിനെ ജസ്റ്റ് ക്യാൻവാസിലേക്ക് നൈഫ് കൊണ്ട് തന്നെ ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ സിമെൻറ്റ് തേപ്പുകാരൊക്കെ ചെയ്യില്ലേ, അതേപോലെ 2 കളറിന് നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് പറയാനൊന്നുമില്ല, നമ്മൾ സാധാ കളർ മിക്സ് ചെയ്യുന്ന പോലെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 കളറ് ബ്ലെൻഡ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ നൈഫിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് പെയിൻറ്റിനകത്ത് നമ്മൾ പെയിൻറ്റ് ട്യൂബിൽ പെയിൻ്റ് അല്ലേ, പേസ്റ്റ് പോലെ തന്നെ ജസ്റ്റ് ടിപ്പിൽ മാത്രം കട്ട് ചെയ്യുക. ടിപ്പിൽ മാത്രം ആക്കിയിട്ട് അവിടെ എവിടെയാണോ നമുക്ക് ഡീറ്റെയിൽ ചെറിയ പാച്ചസ് ചെറിയ ഡീറ്റെയിൽ വരാൻ വേണ്ടിയിട്ട് ടിപ്പ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാണല്ലേ, ഇത് കുറച്ചും കൂടി വലിയ പാച്ചസാണ്. നമുക്ക് പല കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരാനും പല കളറുകളെ കൊണ്ട് പല ഡീറ്റെയിലും പല ഇഫക്റ്റും, അതായത് ലീഫിൻ്റെയൊക്കെ ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ടിപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാലറ്റ് നൈഫ് ഭയങ്കര മെസ്സിയാവും, ഒരുപാട് കളർ വന്നിട്ട് ഒരു ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഒരു തുണി എടുത്തിട്ട് അത് തുടച്ച് മാറ്റുക. പിന്നെ ഈ നൈഫിനെ നമ്മൾ പെർപെൻഡിക്കുലറി പെയിനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു സൈഡ് കട്ട് എടുക്കുക. ആ സൈഡ് കട്ട് എടുക്കുമ്പോൾ ഈ സൈഡിൽ മാത്രം നൈഫിൻ്റെ സൈഡിൽ മാത്രം പെയിൻറ്റ് വരും. അത് വെച്ചിട്ട് അതിനെ ജസ്റ്റ് നേരെ ആ പേപ്പറിന് വെച്ചിട്ട് നമുക്ക് നേരെയാണ് ലൈൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ നമ്മൾ ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് വലിച്ചു കിട്ടാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അങ്ങനെ ലൈൻസ് ഫോം ചെയ്യുക, അതായത് വെള്ളത്തിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ നൈഫിൻ്റെ ഒരു എഡ്ജിനൊക്കെ പെയിൻറ്റ് മാത്രം ആക്കിയിട്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ട് പെയിൻ്റ് ഉള്ള സ്ഥലമാണ് നമ്മൾ ക്യാൻവാസിന് ഡയറക്റ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ജസ്റ്റ് ലൈൻ പോലെ വരയ്ക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ, ഇപ്പോൾ നമ്മൾ മൗണ്ടെയിൻസ് ചെയ്യാൻ, ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാൻ, അങ്ങനെ പലതിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിനെ ജസ്റ്റ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് നൈഫിനെ കൊണ്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പുള്ള് ചെയ്യുമ്പോൾ നൈഫിൻ്റെ ഒരു സൈഡിൽ മാത്രം പെയിൻറ്റ് വരും. അപ്പോൾ ആ നൈഫിൻ്റെ സൈഡിൽ പെയിൻ്റ് ഉള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ഒരു സൈഡിലല്ലേ പെയിൻ്റ് ഉള്ളൂ. അപ്പം മറ്റേ സൈഡിനെ നമ്മൾ ക്യാൻവാസിന് ഡയറക്റ്റ് ചെയ്തിട്ട് ചെരിച്ചിട്ട് പെയിൻ്റ് ഉള്ള സൈഡിനെ ക്യാൻവാസിനെ അടുപ്പിക്കുമ്പം കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക. കൂടുതൽ പെയിൻ്റുള്ള ഭാഗം ക്യാൻവാസിലേക്കായിട്ട് പിന്നെ പുൾ ഔട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രഡേഷൻ പോലെ വരും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലറ്റ് നൈഫിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ മൗണ്ടെയിൻ ചെയ്യുമ്പം അതിൻ്റെ ലൈറ്റ് എവിടെയാണോ വീഴുന്നത് അവിടെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ്, സെയിം സംഭവമാണ് നമ്മൾ റോസും ചെയ്തത്. റോസിൻ്റെ പെറ്റൽസിൻ്റെ ഏത് ഡയറക്ഷനിലാണോ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് ഇല്ലാത്ത സൈഡിനെ ക്യാൻവാസിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട്
പെയിൻ്റുള്ള ഭാഗം ചെറുതായിട്ട് ചെരിച്ച് ക്യാൻവാസിലേക്ക് എത്തുമ്പം കുറച്ച് പ്രഷർ കൊടുത്തിട്ട് അതിനകത്തേക്ക് എത്തിയിട്ട് നമുക്ക് ഏത് മൂവ്മെൻറ്റ് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഓരോന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.